താൻ തോന്നിത്തരത്തോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും ജീവിച്ച മനുഷ്യരില്ലേ, അവരുടെ അടുക്കലേക്ക് അതാ മലായിക്കത്തുകൾ കടന്നു വരുമ്പോ അവരുടെ അടുക്കലേക്ക് അതാ മരണം കടന്നു വരുമ്പോൾ അവർ പറഞ്ഞു പോകുന്നു, റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ അല്ലാ, ഒന്ന് മടക്കി തരുമോ അല്ലാ, ഒന്ന് പിന്തിപ്പിച്ചു തരുമോ അല്ലാ. എന്തിനു വേണ്ടിയിട്ടാ? ഒരുപാട് കർമ്മങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ വലിയ ബിസിനസ്മാൻ ആയിരുന്നു, നിസ്കരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, എങ്ങനെ കച്ചവടം ചെയ്യാന്നിരുന്നു എന്റെ ചിന്ത. ഞാൻ വീട്ടിലെ കുടുംബനാഥനായിരുന്നു, കുട്ടികളെ നോക്കേണ്ടവനായിരുന്നു, ഭാര്യയെ ശ്രദ്ധിക്കേണ്ടവനായിരുന്നു, അതൊന്നും നിസ്കരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ കൽബറിയുന്ന, ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന റബ്ബ് പറയുന്നു, കല്ലാ, ഒരിക്കലും ഇല്ല മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്, ഹുവ ഖായിലുഹാ, അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും, ഒരല്പസമയം പോലും മുഅ്മിനുകളെ പടച്ചറബ് പിന്തിപ്പിച്ചു തരൂലാട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യാമോഹം വേണ്ട, ഒരു ചിന്ത വേണ്ട. എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത്, എന്റെ അധികാരം, എന്റെ പദവി, എന്റെ ബിസിനസിന്റെ മേഖലകൾ, ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ ഇടപാടുകൾ, ഇതൊന്നും എന്നെ ഇപ്പോഴൊന്നും മരണം പുൽകുകയില്ല എന്നുള്ള ഒരു ഗർവോടുകൂടി ജീവിക്കേണ്ട, ഒരു അഹങ്കാരത്തോടുകൂടി ജീവിക്കേണ്ട. മൈനറിയത്തീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുന്നിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. കുടുംബത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോവുകയാ, ആരുമില്ലാത്ത ആരടി മണ്ണിലേക്ക് നമ്മളെ യാത്രയാക്കുകയാ. ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയൂല. ജീവിതത്തിലുടനീളം എന്റെ ജീവനേക്കാൾ ജീവനാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞ മകൻ ആ ഖബറിൽ വരുന്നില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മകനാണെന്ന് പറഞ്ഞ ഒരു മാതാപിതാക്കളും ആ ഖബറിലൂടെ കടന്നു വരുന്നില്ല. ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത, നാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രംഗമുണ്ടെങ്കിൽ നമ്മുടെ ഖബർ ജീവിതമാണെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, ഈ ഒരു സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, എന്റെ കരങ്ങളിലുള്ള അമലുകളുടെ വർധനവ് എത്രയാണ്, അതിന്റെ തോത് എത്രയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിച്ചു പോരുന്ന കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാണ്. അത് നമ്മൾ കൃത്യമായി ചിന്തിക്കുക.